ഇന്ന് അമ്മ ചാനലിൽ എൻ്റെ കൂടെ ഉള്ളത് കെ നാസർ. അതായത് യു.എ.യിൽ അറിയപ്പെടുന്ന കലാസാംസ്കാരിക രംഗത്ത് അറിയപ്പെടുന്ന ഒരു പ്രമുഖനായ വ്യക്തിയാണ് ഇദ്ദേഹം. നമ്മൾ തമ്മിലൊരു യാത്ര ചെയ്തിട്ടുണ്ടല്ലേ? അതെ അതെ. ഒരു 2 വർഷമായില്ലേ നാട്ടിൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട്? അതെന്തോ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടായിരുന്നു അല്ലേ? അതെ. പിന്നെ ഇപ്പം നാട്ടിലോട്ടൊക്കെ പ്രേംനസീർ സമിതിയുടെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നു. അതിന് വന്നതാ. ഇപ്പം പിന്നെ നാട്ടിലൊക്കെ വരാറുണ്ടോ? പിന്നെ നാടാണല്ലോ ഇപ്പം. ഇനിയിപ്പം പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാടാണ് നമുക്ക് നല്ലത്. പക്ഷെ നാട്ടിൽ നിൽക്കുന്നവർക്ക് ഇവിടെ വരണമെന്നാണ് ആഗ്രഹം ഉണ്ടാകുന്നത്. അതെ അതെ, സത്യം. ഞങ്ങളൊക്കെ ഇപ്പം എത്രയായി, 40-45 വർഷത്തിൻ്റെ അടുത്തായി ഇവിടെ ദുബായിൽ. ഇനിയിപ്പോൾ നാട്ടിലൊക്കെ പോയി കൂടെ നാട്ടിൽ പോകുന്നതാണ് ഇഷ്ടം. ഇത് ഒരു കൊച്ചു കേരളമല്ലേ? മലയാളം കൊണ്ട് തന്നെ നമുക്ക് എല്ലാ സ്ഥലത്തും എല്ലാവരെയും ആയിട്ട് ബന്ധപ്പെടാൻ പറ്റും. ഏത് കടയിൽ കയറിയാലും മലയാളത്തിൽ പറഞ്ഞാൽ മതി സാധനം. അതെ അതെ. നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഹിന്ദിയിൽ പറയണം. കാരണം ബംഗാളികളാണല്ലോ കൂടുതലും നാട്ടിൽ. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഉള്ള പിന്നെ ഭരണാധികാരികളോട് നമ്മൾ വളരെ താങ്ക്സ് പറയണം. വളരെ വളരെ നന്ദി. കാരണം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് എത്ര പേരാണ് ഇവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നത്, എത്ര കുടുംബങ്ങളല്ലേ? പിന്നെ അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയൊരു അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം ഇങ്ങനൊരു പിന്നെ എന്താ പറയുക, യു.എ പോലെ ഇങ്ങനൊരു ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ ഈ നാട്ടിൽ വലിയ വലിയ മണിവാടികളോ കടകളോ ഇതൊക്കെ ഉണ്ടാവുമായിരുന്നു. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ പേര് മാത്രമേ ചോദിക്കുന്നുള്ളൂ. നമ്മൾ ആരാണ് എന്താണെന്നൊന്നും ചോദിക്കുന്നില്ല. അതെ അതെ. ഓക്കെ, ജോലിയുണ്ട്, തരും. നമ്മൾ ചെയ്ത ആത്മാർത്ഥമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ ഒരുപാട് സ്നേഹിക്കും. അങ്ങനെ സ്നേഹിച്ചിട്ടുള്ളതാണ് എല്ലാവരും. മലയാളികളെല്ലാം ഇപ്പോൾ ആ രീതിയിലാണല്ലോ. കാരണം നമ്മുടെ നാട് വിട്ടു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാർ ലോകത്തിൽ മലയാളികളാണ്. അതെ അതെ. നാട്ടിൽ നിന്നാൽ അവർ നാട്ടിൽ നിന്ന കുഴപ്പമില്ല. ശരിയാ. നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അവരെ പറയുന്നതനുസരിച്ച് തന്നെ ജീവിക്കണം. പക്ഷേ അവരെ കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇല്ല. അവർ നമ്മളെ സഹായിക്കുകയും നമുക്ക് വേണ്ട ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തു തരികയും ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ ഒരു ദിവസം അന്തം വിട്ടുപോയി. ഇവിടെ ഷാർജ ദുബായ് ബോർഡറിൻ്റെ അവിടെ അവർ ബോർഡ് വെച്ചിട്ടുണ്ട്, അനുവാദമില്ലാതെ അകത്ത് കിടക്കാൻ പാടില്ല എന്നുള്ളതിന്. അത് മലയാളത്തിലും കൂടെ എഴുതി വെച്ചിരിക്കുന്നു. ആണല്ലേ? അപ്പോൾ ഇവിടുത്തെ അറബി, ഇംഗ്ലീഷ്, പിന്നെ ഉറുദുവോ ഹിന്ദിയോ കഴിഞ്ഞാൽ 4ാമത്തെ ഭാഷയായിട്ട് മലയാളം അംഗീകരിച്ചിട്ടുണ്ട്. അതെ അതെ, സത്യം. സൗദിയിലും അതേപോലെ തന്നെ. ഈ മക്കയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മിക്ക സ്ഥലങ്ങളിലും മലയാളത്തിൽ വലിയ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. മലയാളത്തിൽ. കാരണം ഇന്ത്യൻ ഭാഷ എന്ന് പറയുമ്പോൾ അവർക്ക് മലയാളമാണ്. ഹിന്ദിയിൽ എഴുതി വെച്ചിട്ടില്ല, മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത്രത്തോളം അവർക്ക് മലയാളികൾ ഇഷ്ടമാണ്. അതെ അതെ. ഞാനിവിടെ ആദ്യം വരുന്നത് ഞാനും ബാസ്ചേട്ടനുമായിട്ടൊരു പ്രോഗ്രാമിന് 76-ലാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഈ ഇടയ്ക്കുള്ള ഈ റോഡുകളൊന്നും ടാർ ചെയ്തിട്ടില്ല, ഒന്നുമില്ല. ഒരു 2 നില കെട്ടിടമാണ് വലുത് ഇവിടെ. പിന്നെ ചെടികളില്ല, ഒന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഒരു പിന്നെ മുള്ളുള്ള ചെടിയോ അങ്ങനെയൊക്കെ അതൊക്കെ ഉള്ളൂ. പക്ഷേ ഇപ്പം എന്തൊരു മാറ്റമായി പോയി. കംപ്ലീറ്റ് നല്ല ചെടികളും ഗോതമ്പ് കൃഷിയും നെൽകൃഷിയും ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട്. ഷാർജയിൽ എത്രയെങ്കിലും ഹെക്ടറിൽ ഗോതമ്പ് കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ നോക്കിയിട്ടേ തെങ്ങില്ല അല്ലേ? തെങ്ങുണ്ട്. ഉണ്ടോ? പിന്നെ കൽബയിലൊക്കെ തെങ്ങുണ്ട്. കൽബയിലുണ്ട്, കോർഫക്കാനിലുണ്ട്, അവിടെയൊക്കെ തെങ്ങുണ്ട്. അത് കൊള്ളാം എന്തായാലും. പിന്നെ ഇപ്പം നാട്ടിൽ നിന്ന് തേങ്ങ കൂടുതലും ഒന്നും വരാറില്ല. ഇപ്പം ഏറ്റവും കൂടുതൽ തേങ്ങ വരുന്നത് ഒമാനിൽ നിന്നാണ്, സലാലയിൽ നിന്ന്. സലാല കേരളമാണ്. കേരളത്തിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം സലാല പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒമാനിൽ പോയിരുന്നത് സലാലേ പോകാൻ പറ്റിയില്ല. അതിപ്പോൾ കുറച്ച് ദൂരെയാണ്, 10 കിലോമീറ്റർ ഉണ്ട്. അതെ അതെ അതെ. ഒരു കൊച്ചു കേരളമാണെന്ന് കേട്ടിട്ടുണ്ട്. എല്ലാ സംഭവങ്ങളും എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് വരുന്നുണ്ട്. കേരളത്തിൽ നിന്ന് വരുന്ന തേങ്ങ, അതുപോലെ തന്നെ മരിച്ചീനി, നമ്മൾ പിന്നെ ഇതുണ്ടല്ലോ പപ്പായ, അതുപോലെ പിന്നെ മലക്കറി ഐറ്റംസുകൾ ഒക്കെ വരുന്നുണ്ട്. നല്ല ഉണ്ട്. ഇവിടെ ഇപ്പം നല്ല ക്ലൈമറ്റാ അല്ലേ? ഇപ്പോഴും നല്ല സുഖമാണ് ഇവിടെ, നല്ല തണുപ്പ്. എനിക്ക് തോന്നുന്നു നാട്ടിലെക്കാട്ടി തണുപ്പ്. തണുപ്പ് രാത്രി നല്ല തണുപ്പുണ്ട്. പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല സൂര്യപ്രകാശമുണ്ട്, നല്ല ചൂടില്ലാത്ത.
ആ ഒരു അതെ അന്തരീക്ഷമാണ്. അതെ സത്യം. ഇപ്പോൾ അതിപ്പോൾ ഇത് ഏകദേശം മാർച്ച് ഏപ്രിൽ വരെ പോകും. ആ ഏപ്രിൽ കഴിഞ്ഞ് മെയ് തുടങ്ങുന്ന സമയത്ത് നല്ല ഒരു ഒരു കാറ്റ് വീശും അല്ലേ? അത് ആ കാറ്റിലാണ് ഈ അന്തരീക്ഷം മാറുന്നത്. ആ ചൂട് കാറ്റ് വീശും. അതെ അതെ അതെ. പിന്നെ ഇവിടെ എങ്ങനെ സമയം എങ്ങനെ പോകുന്നു? സമയം ഇത് കമ്പനിയുണ്ട്, കമ്പനിയിൽ പോകും. ആ കുറച്ചൊക്കെ പോകും. ഇപ്പം കുറച്ച് നാളായിട്ട് കുറച്ച് റെസ്റ്റും കുറച്ച് ഉം, ജോലിയുമായിട്ടൊക്കെയാണ് പോണത്. ഉം. പിന്നെ നമ്മൾ കുറച്ച് സംഘടനകളൊക്കെ ഉണ്ട്, ആ ആ സാംസ്കാരിക അതെ രംഗത്ത്. അതെ. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരുടെ കൂട്ടായ്മകളുണ്ട്, അതിലുമൊക്കെ പങ്കെടുക്കാറുണ്ട്. ഓണത്തിന് നല്ല വല്ല പ്രോഗ്രാംസും ഒക്കെ ഉണ്ടാവും അല്ലേ? ഓണം പിന്നെ ഒരോണം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓണം തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പ് വരെ ഇവിടെ ഓണമാണ്. അതെങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കും. ഡിസംബറിൽ ഒരു ഓണം ആഘോഷിക്കുന്ന ഇതുണ്ട്. ആഹാ ആ ശരി. പിന്നെ പാട്ടൊക്കെ പാടുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് ആണോ? ശ്രീലത ചേച്ചിയുടെ പാട്ട് കേൾക്കാനാണ് അയ്യോ, എനിക്കിഷ്ടം. അയ്യോ. പാട്ട് പഠിച്ചിട്ടുള്ള ആളാണ്, ഒരുപാട് പാടിയിട്ടുള്ള ആളാണ്. ഒരുപാട് സിനിമയിൽ അഭിനയിച്ചപ്പോഴത്തൊക്കെ ഞങ്ങളെയൊക്കെ ആരാധികയല്ലേ. ഞങ്ങളൊക്കെ അന്നത്തെ ഒരു ടീമെന്ന് പറയുന്നത് പ്രേം നസീർ, ഷീല, ഭാസി, ശ്രീലത ചേച്ചി, ഇങ്ങനെ 4 പേരായിരുന്നല്ലോ അതെ അതെ സത്യം. ഒരു ഒരു ഗ്രൂപ്പായിട്ട് മിക്ക സിനിമകളിലും അഭിനയിച്ചിട്ടുള്ളത്. യൂസഫ് അലി സാറിനെ കണ്ടിരുന്നു. വളരെ സന്തോഷമുണ്ട്. എനിക്ക് ഒരുപാട് നാളായിട്ട് കാണാം. കാരണം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു. പിന്നെ എത്ര പേര് അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നു. അപ്പം അങ്ങനെ ഒരു വ്യക്തിയെ കാണാൻ നമ്മൾ ആഗ്രഹിക്കുമല്ലോ. പിന്നെ തീർച്ചയായിട്ടും എനിക്ക് എന്താണെന്ന് വെച്ചാൽ എന്നെ തിരിച്ചറിയുമെന്നുള്ളായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. അയ്യോ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി പറയുന്നത് അന്ന് പഴയ പടങ്ങളുടെ കാര്യമൊക്കെ പറയുക. പറയും. മറ്റേ അവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ. ഒത്തിരി സിനിമ കണ്ടുണ്ട്, നല്ല വേഷം അഭിനയിച്ചിട്ടുണ്ട്, ഒരു കുശുമ്പത്തിയായിട്ട് അഭിനയിച്ചു, എന്തൊക്കെയോ. അയ്യോ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഒക്കെ ഓർമ്മയുണ്ട്. എന്തായാലും അദ്ദേഹത്തെ കാണാനുള്ള ഭാഗ്യം ഇവിടെ ദുബായി വന്നപ്പോഴാണ് സാധിച്ചത്. അതെ അതെ, അത് വലിയൊരു വളരെ സന്തോഷമായ കാര്യമാണ്. സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിനെ കാണുന്നത് തന്നെ നമുക്കൊക്കെ ഭയങ്കര സന്തോഷം. കാണാൻ കിട്ടത്തില്ല. കിട്ടില്ല, അത് വേറെ. ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഡോക്ടർ കാസിം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി ഉം, ഉം. പ്രകാശനം ചെയ്ത അദ്ദേഹമാണ് ആ ആ യൂസഫ് അലി സാർ. ആ ശരി. പിന്നെ എപ്പോഴും യാത്രയാണ്. അതെ. അപ്പം അങ്ങനെയൊക്കെയാണ്. അതായത് ഒരു 2 പരിപാടിക്ക് പാട്ടുകളൊക്കെ മുമ്പൊക്കെ അത് പാടിയിരുന്നു. ഇപ്പോൾ ഏത് പാട്ട് പാടണം എന്നുള്ളതാണ് ഏത് പാട്ട്? കൺഫ്യൂഷൻ. അത് തന്നെ എല്ലാവർക്കും ഉള്ളത്. കൂടുതൽ അറിയുമ്പോഴത്തേക്ക് ഏത് പാടണമെന്ന് നമുക്കറിയില്ല. ശരിയാ. ഏതെങ്കിലും ഒരു പാട്ടോ 2 പാട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പാടാൻ പറ്റും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, ഞാൻ പല വേദികളിലും പാടിയിട്ടുണ്ട്. മാണിക്യ വീണയുമായ അത് നമ്മൾ മധുസാറ് ഏത് പാടി അഭിനയിച്ചത്. മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമരപ്പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. അസലായിട്ട് പാടുന്നുണ്ടല്ലോ. ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അത് ഞാൻ അയച്ചു തരാം. ആണോ? തമിഴ് പാട്ടാണ്. ആണല്ലേ? ആഹാ. രജനീകാന്ത് അഭിനയിച്ച അമ്മയെ കുറിച്ചിട്ട് പാടുന്ന ഒരു പാട്ട്. അമ്മായിൻ്റെ അഴയ്ക്കാതെ, അതാണോ? അമ്മായിൻ്റെ അഴയ്ക്കാതെ അമ്മായിൻ്റെ അഴയ്ക്കാതെ ഉയിരില്ലയേ, അമ്മാവെ വണങ്ങാതെ ഉയർന്നില്ലയേ. നല്ല അർത്ഥമുള്ള പാട്ടാകട്ടോ. അതെ അതെ. പിന്നെ ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് പ്രോഗ്രാംസും പരിപാടികളൊക്കെ ഉണ്ടാവും അല്ലേ? ഉണ്ട്. ആ പിന്നെ ടെക്സാസ് ട്രിവാൻഡ്രത്തുകാരുടെ ഒരു സംഘടനയുണ്ട്, ആണല്ലേ? അതിൻ്റെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് അടുത്ത്. അതിൻ്റെ ഷാജി അതിലെ മെമ്പറാണ്. ആ ആ ആ അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ നടക്കാറുണ്ട്, നാട്ടിലും ഉണ്ട്. അതെ അതെ. പിന്നെ ഭാവന ആർട്ട് സൊസൈറ്റി എന്നും പറഞ്ഞുകൊണ്ട് പഴയ ഒരു സംഘടനയാണ്. ഇവിടെ ഏകദേശം
8 മലയാളി സംഘടനകൾ ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഓ അതിലുണ്ടായിരുന്ന ഒരു സംഘടനയാണ്. പിന്നെ അതിൻ്റെ പ്രവർത്തനമായിട്ട് അങ്ങനെ പല സംഘടനകളും ഉണ്ട്. അങ്ങനെയൊക്കെ സമയം പോകുന്നുണ്ട്. കാരണം ഒരു 60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പൊതുപ്രവർത്തനത്തിലാണ് കൂടുതലും ആൾക്കാർ. ആ ആ കാരണം അവർക്ക് പിന്നെ ജോലി സ്ഥലത്തോ അതെ അതെ 60 വയസ്സ് വരെ ഉള്ളൂ ഇവിടെ ഗവൺമെൻറ് അലവ് ചെയ്തിട്ടുള്ള അത്രേ ഉള്ളൂ. ജോലിക്ക് ഉള്ള വിസ. അത് കഴിഞ്ഞാൽ പിന്നെ ബിസിനസ്സുകാർക്ക് മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഗോൾഡൻ വിസ ഉണ്ടെങ്കിൽ നടക്കും. അങ്ങനെ അപ്പം അങ്ങനെ വരുന്ന സമയത്ത് മിക്ക ആൾക്കാരൊക്കെ ചാരിറ്റി പ്രവർത്തനവും അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ഇത് കണക്ക് വരാറുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേര് അങ്ങനെ ഉണ്ട്. ഉണ്ട്. എന്തായാലും ദുബായ് വന്നു ഒരു ഇൻ്റർവ്യൂ എടുക്കാനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നത് നമ്മുടെ പ്രേംനസീർ സൂർ സമിതിയുടെ അതെ പ്രോഗ്രാമായിട്ട് അതെ അതെ ബന്ധപ്പെട്ടിട്ടായിരുന്നു. ഇപ്പം അദ്ദേഹത്തിൻ്റെ 37ാം ചരമവാർഷികത്തിൽ നമ്മളെ എറണാകുളത്ത് ഒരു ആദരിക്കലൊക്കെ ഉണ്ടായി ഒരു സംഘടന. നല്ല കാര്യമാണ്. അല്ല, അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ അഭിനയിച്ച് നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാണെന്ന് ഞാൻ അയ്യോ പറയുള്ളൂ. തീർച്ചയായിട്ടും ഇതൊന്നും അത്രത്തോളം ഇന്നും അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഒരു പരാതിയോ ഒരു ശത്രുക്കൾക്ക് പോലും അല്ല പറയാനില്ലെന്നുള്ളത്. പറയാനില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതായിട്ട് നമ്മൾക്ക് ഒന്നും ആരും ഗവൺമെൻറ്റിൻ്റെ അതാരും ഒന്നും ഭാഗത്തൊന്നും ചെയ്തില്ല. എന്താന്ന് അതിനെ ഒന്നും കുറിച്ചിട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഒരു സജഷൻ പറഞ്ഞ് ഇതുപോലെ തന്നെ ചിത്രാഞ്ജലിയിൽ പുതിയ 2 ഫ്ലോർ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പേര് അതിലൊരെണ്ണത്തിൻ്റെ പേരിടാമല്ലോ പ്രേം ഇടാം, നസീർ ഇടാം. എന്നുള്ള. അത് അതായത് പണ്ട് നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിലുണ്ട് ഒരു കളക്ടറായിട്ടിരുന്ന അയ്യപ്പ സാറ് ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ MD ആ ആയിട്ടിരുന്നിട്ടുണ്ടായിരുന്നു. ആ ആ അറിയാം, ഓർമ്മ? ആ അന്ന് ഞങ്ങൾ അവിടെ വിസിറ്റ് ചെയ്തായിരുന്നു. ഉം. അപ്പോൾ അദ്ദേഹം പല ഐഡിയകളൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ എന്തോ സാന്ദർഭികവശാൽ അത് നമുക്കൊന്നും നടപ്പിലാക്കാൻ പറ്റിയില്ല. ആ അതൊരു ദുഃഖമാണ്. എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മ ചരമദിനം വരുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ട്. ഇപ്പം തന്നെ ഈ പഴയ പടങ്ങളൊക്കെ കാണുമ്പോഴേ നമ്മുടെ കൂടെ അഭിനയിച്ച പലരും ഇല്ലെന്ന്. ഇല്ല. അത് ഭയങ്കര ഒരു ദുഃഖമാണ്. നമ്മൾ ഒരുപാട് നല്ല കലാകാരന്മാരെ നമുക്ക് നഷ്ടപ്പെട്ടു. പ്രേംനസീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കലും മറക്കാൻ വയ്യാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. കറക്റ്റ്. ഇത്ര ടൈമൊക്കെ പഞ്ച്വാലിറ്റിയിൽ അയ്യോ 7 മണിക്കെന്ന് പറഞ്ഞാൽ അദ്ദേഹം 6:30 മണിക്ക് എത്തിയിരിക്കും. നമ്മളൊക്കെ എന്ന് വെച്ചാൽ അന്നത്തെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് അതാണ് നമ്മളിപ്പോഴും പിന്തുടരുന്നത്. കാരണം 7 മണിക്കൊരു ഷൂട്ടിങ്ങിന് പറഞ്ഞെങ്കിൽ നമ്മൾ 6:30 മണിക്ക് എല്ലാം റെഡിയായി എത്തിയിരിക്കും. അതെ. മറ്റു പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ ചേച്ചി ഇപ്പോൾ ഇത്ര നേരത്തെ വരുന്നതെന്ന്. അല്ല, അത് നമുക്ക് പറ്റുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഉള്ളവർ അങ്ങനെ അല്ലല്ലോ. ഇപ്പോഴ് അവരുടെ സമയം കരുതിയിട്ട് ഷൂട്ടിങ്ങിന് ഷെഡ്യൂൾ ചെയ്ത് വെക്കേണ്ട ആ ഗതികേടിലേക്കാണ് അതെ. പോയത്. അപ്പം അതൊക്കെ ഒരു ജീവിതത്തിൽ നമുക്ക് എന്നും ഓർമ്മയിൽ ഇങ്ങനെ എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടു പോവില്ല. അപ്പം അങ്ങനെ കുറച്ച് നാളിന് ശേഷമാണ് കാണാൻ പറ്റിയത്. കുറച്ച് വളരെ നാളായി. സന്തോഷം. നിങ്ങളൊക്കെ ഒരുപാട് കലാപ്രവർത്തനങ്ങളായിട്ട് നടക്കുന്നവരല്ലേ. വലിയ കാര്യം. ഒരുപാട് കലാകാരന്മാരെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാറുണ്ട്. അതെ, നല്ല കാര്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കലാകാരന്മാരുണ്ട്. അപ്പം ഇനിയിപ്പോൾ അങ്ങോട്ട് എല്ലാ ആശംസകളും നേരുന്നു. ഇനി നമുക്ക് കാണാം. അയ്യോ.